പെൺകുട്ടികളിൽ ചിരട്ട തേയ്മാനം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഡോക്ടർ പ്രിൻസ് ഷാനവാസ് ഖാൻ, സീനിയർ കൺസൾട്ടന്റ് ഓർത്തോപീഡിക്സ്, അപ്പോളോ അത്ലറ്റിക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. ഹായ് ഡോക്ടർ, വെൽക്കം. അപ്പോൾ ഈ മുട്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? മുട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹിഞ്ച് കണക്കാണ്. നമ്മുടെ വിജാഗിരി എന്ന് പറയത്തില്ലേ, ഹിഞ്ച് ജോയിന്റ് ആണ്. അപ്പം ഇതൊരു ബോണുണ്ട്, അതിൻ്റെ ഫീമർ എന്നാണ് പറയുന്നത്. ഈ ബോണിന്റെ പേര് ടിബി എന്നാണ്. ഈ രണ്ട് ബോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റ്സ് ഉണ്ട്. അപ്പം പുറത്ത് 2 ലിഗമെന്റ്സ് ഉണ്ട്, അകത്ത് 2 ലിഗമെന്റ്സ് ഉണ്ട്. ഇതാണ് ശരിക്കും ഈ രണ്ട് ബോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ പുറത്തുള്ള ലിഗമെന്റ്സിന്റെ പേര് കൊളാട്രൽസ് എന്നാണ്. അത് അകത്ത ഭാഗത്തും പുറത്തെ ഭാഗത്തുമാണ് കാണുന്നത്. ഇതാണ് മുട്ടിനെ സൈഡിലോട്ട് പോകാതെ സൂക്ഷിക്കുന്നത്, ഈ ലിഗമെന്റ്സ്. അകത്തുള്ള ലിഗമെന്റ്സിന്റെ പേര് ക്രൂഷ്യറ്റ് എന്നാണ് പറയുന്നത്. അത് കാണാൻ ഈ പുറവശത്ത് നിന്ന് വരുന്നത് പോസ്റ്റർ ക്രൂഷ്യറ്റ് എന്ന് പറയും, മുൻവശത്ത് നിന്ന് പുറകോട്ട് പോകുന്നതിന് ആൻറ്റീരിയർ ക്രൂഷ്യറ്റ് എന്ന് പറയും. അതിനെ ക്രൂഷ്യറ്റ് എന്ന് പറയുന്നത് ബിക്കോസ് ദേ ക്രോസ് ഈച്ച് അതർ. അപ്പോൾ മുൻവശത്ത് നിന്ന് പുറവശത്തോട്ടുണ്ട്, പുറവശത്ത് മുൻവശത്തുണ്ട്, ആൻഡ് ദേ ക്രോസ് ഈച്ച് അതർ. അതുകൊണ്ട് അതിൻ്റെ പേര് ക്രൂഷ്യറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി കോമൺ ആയിട്ടുള്ളത് മുൻവശത്ത് നിന്ന് അല്ലെ ആൻറ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെന്റ് എന്നാണ് പറയുന്നത്. യൂഷ്വലി വരുന്നത് ഫുട്ബോൾ കളിക്കുമ്പോൾ വരാം, ഇല്ലെങ്കിൽ നമ്മൾ ജമ്പ് ചെയ്യുമ്പോഴത്തേക്കും കാല് പിവറ്റ് ചെയ്യുമ്പോൾ കാല് തിരിഞ്ഞു പോകുമ്പോഴാണ് വരുന്നത്. സാധാരണഗതിയിൽ ACL ആണ് 90% വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ പോസ്റ്റ് ക്രൂഷ്യറ്റ് ലിഗമെന്റ് അല്ലെങ്കിൽ മിഡിൽ അകത്തുള്ള ലിഗമെന്റ് കമ്പൈൻ ഡാമേജ് വരും. ഇപ്പം ഋഷഭ് പന്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പുള്ളിക്കാരൻ ACL, PCL പ്ലസ് MCL 3 ലിഗമെന്റും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈ വെലോസിറ്റി ഇഞ്ചുറീസ് ആണ്, കാർ ആക്സിഡൻ്റ് ആണ്. യൂഷ്വലി ഫുട്ബോൾ കളിക്കുമ്പോൾ അവരിൽ പരിക്ക് കാണുന്നത് ACL അല്ലെങ്കിൽ ആൻറ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെന്റ്, അതിൻ്റെ കൂടെ മെനിസ്കസ്. ഈ 2 ഇഞ്ചുറീസാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. ഇതിൻ്റെതും ട്രീറ്റ്മെൻറ്റ് ലാസ്റ്റ് 2 ഡിക്കേഡ്സിലാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് വളരെയധികം മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ അറിയാം, നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിൽ സ്പോർട്സ് നിരി വന്നപ്പോഴത്തേക്കും ഓസ്ട്രേലിയ പോയാണ് ട്രീറ്റ് ചെയ്തത്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ UK, ഇംഗ്ലണ്ടിൽ പോയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം ഋഷഭ് പന്തിന് വന്നപ്പോഴത്തേക്കും ഇവിടെ നിന്ന് തന്നെയാണ്. കാരണം കീഹോൾ സർജറി അത്രയും നമ്മുടെ നാട്ടിൽ അത്രയും സർജന്മാർ, ട്രെയിൻ സർജൻസും ഫെസിലിറ്റിയും വന്നിട്ടുണ്ട്. അപ്പോൾ ആൻറ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെന്റ് ആയാലും പോസ്റ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെന്റ് ആയാലും മെനിസ്കസ് അതിനകത്തുള്ളൊരു വാഷറാണ്. അതാണ് കുഷനിങ് എഫക്റ്റ് കൊടുക്കുന്നത്. ഈ വാഷറിനും ഡാമേജ് വരാം. ഇതൊക്കെ തന്നെ കീഹോൾ വഴി ചെയ്യാനുള്ള ഫെസിലിറ്റിയും എക്സ്പെർട്ടൈസും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. സർ ഇപ്പോൾ പറഞ്ഞു ഓൾറെഡി കീഹോളിനെ കുറിച്ചിട്ട്, അതായത് ആർത്രോസ്കോപ്പി. ഈ ആർത്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ആർത്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കീഹോൾ സർജറി തന്നെയാണ്. അതിനകത്ത് നിന്ന് തന്നെ എൻ്റെ മീനിങ് ഉണ്ട്. അതിനകത്ത് മറ്റു വെച്ച് കഴിഞ്ഞാൽ തുറന്ന് വലുതായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തുറന്ന് കഴിയുമ്പോഴത്തേക്കും പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ കൂടുതലായിരിക്കും, വലിയ മുറിവിൻ്റെ പെയിൻ കൂടുതലായിരിക്കും. അത് കണക്ക് സ്റ്റിഫ്നെസ് വരാനുള്ള ചാൻസ് ഉണ്ട്. റീഹാബിലിറ്റേഷൻ വളരെയധികം സമയമെടുക്കും. പേഷ്യൻ്റ് ഒരു വലിയ സ്കാർ കാണും. ഈ സ്കാർ നോക്കുമ്പോൾ പേഷ്യൻ്റ് അതൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റും വരും. തിരിച്ച് റിട്ടേൺ ടു ഗെയിം കുറേ സമയമെടുക്കും, കാരണം സ്റ്റിഫ്നെസ് കൂടുതലായിരിക്കും, പെയിൻ കൂടുതലായിരിക്കും. പക്ഷേ കീഹോൾ ആകുമ്പോൾ 2-3 ചെറിയ ഹോൾസ് കീഹോളിൽ കൂടെ നമ്മൾ ടെലസ്കോപ്പ് ഉപയോഗിച്ച്, ടെലസ്കോപ്പ് ലെൻസും ഒരു ക്യാമറ ഉപയോഗിച്ച് കാണാൻ പറ്റും. അതേ കണക്ക് തന്നെ സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഈ വർക്കുകളൊക്കെ ഈ ചെയ്യുന്ന ലിഗമെൻറ്റ് സർജറീസ് ആയാലും മെനിസ്കസിൻ്റെ റിപ്പയർ സർജറീസ് ആയാലും ഇതൊക്കെ തുറന്നെങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് കീഹോൾ വഴി സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വഴി ചെയ്യാൻ പറ്റും. അപ്പം സെക്കൻഡ് ഡേ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ, സെയിം ഡേ തന്നെ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. റീഹാബ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. പേഷ്യൻ്റ് ബാക്ക് ടു സ്പോട്ട് വളരെ സ്പീഡായിട്ട് വരും. കോസ്മെറ്റിക്കലി വളരെ വളരെ ബെറ്ററാണ്, കാരണം സ്കാറില്ല. എന്നുള്ള വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട് കീഹോൾ. അപ്പം മെഡിക്കൽ അഡ്വാൻസ്മെന്റ് ആയിട്ട് തന്നെ അതെ, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് കീഹോൾ സർജറി തന്നെയാണ്. പണ്ട് ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് തുറന്ന് ചെയ്ത സർജറികളിൽ more than 70% ഇപ്പോൾ കീഹോളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ എസ്പെഷ്യലി സ്പോർട്സ് ഇഞ്ചുറീസ്, ACL റീകൺസ്ട്രക്ഷൻ, PCL റീകൺസ്ട്രക്ഷൻ, മെനിസ്കൽ റിപ്പയർ, ഇതെല്ലാം കീഹോൾ വഴിയാണ്. തുറന്ന് ചെയ്യുന്നതേ ഇല്ല, ഇപ്പോൾ എവിടെയില്ല. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കൂട്ടത്തിലുള്ള സർജൻസ് ആരെങ്കിലും ഇപ്പോൾ തുറന്ന് ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യുന്നു. കീഹോൾ തന്നെയാണ്. സോ മുട്ടിന്റെ ഇഞ്ചുറിയെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തന്നതിന് താങ്ക് യു ഡോക്ടർ. താങ്ക് യു, വെൽക്കം.